ഹായ് ചങ്കളെ, എല്ലാവർക്കും മർഫിൻ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹോട്ടലുകളിൽ കിട്ടുന്ന അടിപൊളി ടേസ്റ്റുള്ള ഓറഞ്ച് കളർ മീൻ കറിയാണ് ഇന്നത്തെ റെസിപ്പി. പ്രത്യേകിച്ചും ചെറുകിട നാടൻ ഹോട്ടലിൽ കിട്ടുന്ന മീൻ കറിയാണിത്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു തവണ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ ഈ റെസിപ്പിയുടെ ഡീറ്റെയിൽസ് ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കറക്റ്റായിട്ട് കിട്ടുവാൻ വേണ്ടി ആ മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരിക്കണേ. അപ്പോൾ ഹോട്ടലിലെ സ്പെഷ്യൽ മീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. കറിയിലേക്ക് വേണ്ട പുളി ആദ്യം തന്നെ കുറച്ച് വെള്ളത്തിലിട്ട് വയ്ക്കുന്നു. അതിനായി ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിന് കുറച്ച് വാളംപുളി എടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറു ചൂടുവെള്ളം ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സാധാരണ മീൻ കറി ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായി നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു മൺചട്ടിയോ കടായോ അടുപ്പിലെടുത്ത് വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതൊന്ന് ചൂടായി കിട്ടിയാൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി കിട്ടിയാൽ അതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇഞ്ചി സ്ലൈസ് ചെയ്തതും 5-6 വെളുത്തുള്ളി നെടുവേ പൊളുന്നതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കാതെ ഇതുപോലെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഇത് പിന്നീട് അരച്ച് ചേർക്കാനുള്ളതാണ്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഏകദേശം 1-2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുക. കറിക്കൊരു ഫ്ലേവറിന് വേണ്ടി 1-2 ഇതൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. കറിവേപ്പില കൂടുതൽ ചേർക്കരുത്, കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ഇനി തീ വളരെ കുറച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൽ കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ തീ ഓഫ് ചെയ്തതിന് ശേഷം മസാല ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഇതുകൂടെ നല്ലത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു വെച്ചിട്ട് തീ ഓഫ് ചെയ്തിട്ടോ തീ കുറച്ച് വെച്ചിട്ടോ മസാല നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. 30 സെക്കൻഡ് മാത്രം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു 5-6 ചെറിയുള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 മിനിറ്റ് സമയം കൂടി ഇതെല്ലാം കൂടെ ഒന്ന് ട്രൈ ആക്കി എടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. മസാല നല്ലപോലെ ട്രൈ ആയാലേ കറിക്ക് നല്ല കളറും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കിട്ടത്തുള്ളൂ. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് മസാല മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ മൺചട്ടിയിൽ വെക്കുമ്പോൾ മസാല അതിൻ്റെ ചൂട് കൊണ്ട് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മസാല മുഴുവനും മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് അതും മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് കോരി മാറ്റാം. ഒരു മിക്സിയുടെ വലിയൊരു ജാർ എടുത്തിട്ടുണ്ട്. ഇപ്പം മസാലയുടെ ചൂടൊക്കെ മാറി. ഇനി നമുക്ക് അത് ആ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരഞ്ഞു കിട്ടാൻ വേണ്ടി ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടിപ്പോകരുത്, കൂടിപ്പോയാൽ ശരിക്കും അരഞ്ഞു കിട്ടില്ല. ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക. തേങ്ങ മാക്സിമം നല്ല ഫൈനായിട്ട് അരച്ചെടുത്താലേ ഈ കറിക്ക് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അധികം 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്താണ് ഇതുപോലെ ഫൈനായിട്ട് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കറി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതിനായി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. മീഡിയം തീയിൽ വെച്ചിട്ട് എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം മാത്രം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ എന്നിവ ചേർത്ത് കൊടുക്കാം. കടുക് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഇതേ രീതിയിൽ ഒരു തവണ ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് നെടുവേ കീറിയതും 1 തണ്ട് കരിവേപ്പിലയും
കൂടെ തന്നെ ഒരു മീഡിയം സൈസ് തക്കാളി ചെറിയ പീസാക്കി ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് 1-2 മിനിറ്റ് വരെ തക്കാളിയൊക്കെ നല്ലപോലെ വഴണ്ട് വരുന്നത് വരെ ഒന്ന് വേവിക്കുക. തക്കാളിയൊക്കെ നല്ലപോലെ വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജാറിൽ ഇരിക്കുന്നതിനും കൂടെ കിട്ടാൻ വേണ്ടി അതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് അതിലേക്ക് ഒഴിച്ചെടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ വെള്ളത്തിൽ ഇട്ടിരിക്കുന്ന പുളി പൊഴിഞ്ഞെടുത്ത് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ കറിക്ക് ആവശ്യമായ 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കറിക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഒരു അടപ്പെടുത്ത് അടച്ചു വെച്ച് നന്നായി തിളയ്ക്കുന്നത് വരെ ഒന്ന് വേവിക്കുക. നന്നായി വെട്ടിത്തിളച്ചാൽ ശേഷം മാത്രമേ മീൻ ചേർത്ത് കൊടുക്കാവൂ. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ തിളച്ച് കിട്ടും. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാനൊരു മീഡിയം സൈസ് 2 അയല എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 500 ഗ്രാം വരും. ഈ കറിക്ക് അയല പരമാവധി ചെറിയ പീസാക്കി കട്ട് ചെയ്യുക. ഈ കറിക്ക് അയല വേണമെന്നില്ല, ഏത് മീൻ വെച്ചും ഈ കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റും ആയിരിക്കും. ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി കറി എടുത്ത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. തവി വെച്ച് ഒരിക്കലും ഇളക്കി കൊടുക്കരുത്, മീൻ പൊടിഞ്ഞതിൻ്റെ പാട്ടിന് പോകും. ഇനി ഇതൊന്നും കൂടെ അടച്ചു വെച്ച് തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ച് വറ്റിച്ചെടുക്കാം. ഇപ്പം ഏകദേശം ടോട്ടൽ ഒരു 15 മിനിറ്റ് ഈ കറി നമ്മൾ വേവിച്ചിട്ടുണ്ട്. ഈ കറിയിൽ നമ്മൾ താളിച്ചൊഴിക്കുന്നില്ല. പകരം ഇതിലേക്ക് ഒരു തണ്ട് കരിവേപ്പിലയും 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു 5 മിനിറ്റ് വരെ ഒന്ന് അടച്ചു വയ്ക്കുക. നമ്മൾ ചേർത്ത് കൊടുത്ത വെളിച്ചെണ്ണയുടെയും കരിവേപ്പിലയുടെയും ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഹോട്ടലുകളിൽ കിട്ടുന്ന ഓറഞ്ച് കളർ മീൻ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ദാ നോക്കിയേ, കാണാൻ എന്ത് മനോഹരമെന്ന്. കാണാൻ മാത്രമല്ല, കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പിൻ ചെയ്തിരിക്കണേ. മീൻകറി എപ്പോഴും കുറച്ച് സമയം കഴിഞ്ഞ് സെർവ് ചെയ്യുമ്പോഴായിരിക്കും ആ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഈസി ടേസ്റ്റിയുമായ റെസിപ്പികൾ ഇഷ്ടമായാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്നടിച്ചേക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറന്നുപോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഉപകാരമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തിരിക്കണേ. ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ മെഹ്സാൻ ബ്ലോഗ് പേജ് ഒന്ന് ഫോളോ ചെയ്തിരിക്കണേ. അപ്പോൾ ഇതിലും നല്ല കിടുക്കാച്ചി വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നത് വരെ നിങ്ങളുടെ സ്വന്തം മഹഫിൻ. ബൈ ബൈ.